ഞാൻ ഈ നട്ടിരിക്കുന്നതെല്ലാം മഞ്ചേരി കുള്ളൻ വാഴയാണ്. ഇപ്പം 8 മൂട് മഞ്ചേരി കുള്ളൻ ഞാൻ വാങ്ങിച്ച് നട്ട വിത്താണ് കേട്ടോ. അതെല്ലാം കുലച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല വെയിലായതുകൊണ്ടേ കൊല കായ്ക്ക് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കാര്യം സംശയമാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു കൊല വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ വെയിലറിയായിരുന്നല്ലോ. ആ വെയിലത്ത് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച്, ഇതിനകത്ത് നമ്മൾ മറ്റുള്ള വളങ്ങളൊന്നുമല്ല ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് ചേർത്തിട്ടുള്ള വളമെന്ന് പറയാൻ, ആദ്യമേ നമ്മൾ നട്ടപ്പോൾ കുറച്ച് യൂറിയയും കുറച്ച് ഫാക്ടംഫോസും കൂടെ ഇട്ടിട്ട് നട്ട്. അതിന് ശേഷം മൊത്തം നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിന്നെ ചെയ്തതെന്ന് പറയാൻ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ വെള്ളം കുറേ പ്രാവശ്യമായിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കുലച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് പരുവത്തിലായ ഒരു കൊല ഞാൻ വെട്ടി. അപ്പോൾ ഇന്ന് ആ ഒരു കൊലയും ഉണ്ട്. എനിക്കൊരു പൂവൻ്റെ ഒരു കൊലയും കൂടെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. അത് കൊടുക്കാനുള്ളതാണ്. ഏത്തവാഴ നിപ്പുണ്ട്, കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇന്ന് ഞാൻ വെട്ടിയ കൊലയാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് മഞ്ചേരി കുള്ളൻ. ഇതാണ് മഞ്ചേരി കുള്ളൻ എന്ന് പറയുന്നത്. ഒരുപാട് പ്രയാസപ്പെട്ട് വളർത്തിയൊരു വാഴയാണ് മഞ്ചേരി കുള്ളൻ. അത് ഒരു 7-8 മൂട് ഉണ്ട്. അപ്പോൾ അത് എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇതിൻ്റെ വെയിറ്റാണ് 10 കിലോയും 454 ഗ്രാമും. 10 കിലോയും 454 ഗ്രാമുമാണ് ഈ ഒരു കൊലയുടെ വെയിറ്റ്. ഇതിനകത്ത് നമ്മൾ രാസവളങ്ങളായിട്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ചാണകപ്പൊടിയും അത് വെച്ച സമയത്ത് മാത്രം ഒരു ശകലം, ആ മണ്ണിനകത്തൊരു ശകലം രാസവളം എന്ന് പറയാൻ യൂറിയയും ശകലം ഫാക്ടംഫോസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നട്ടതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഒരു പൂവനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും കൂടെ നമുക്കൊന്ന് വെയിറ്റ് നോക്കാം. പൂവൻ്റെ വെയിറ്റ് നോക്കിക്കോളൂ. 10 കിലോയും 42 ഗ്രാമാണ് കാണിക്കുന്നത്. കണ്ടോ? എൻ്റെ പ്രയത്നം ഇതൊക്കെയായിരുന്നു. 2 കൊല വെട്ടിയ നല്ല സന്തോഷമുണ്ട് കേട്ടോ.